AWHA സംസ്ഥാന വൈസ് പ്രസിഡന്റ് മിനി കൂടെ ചേരുന്നുണ്ട്. മിനി, നിങ്ങൾ നിരവധി ദിവസമായി അവിടെ സമരം ചെയ്യുകയാണ്. നിങ്ങളോടൊക്കെ തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സമീപനം വളരെ മോശമാണ്. 100-200 ദിവസത്തോടൊക്കെ അടുക്കുന്നതാണ് നിങ്ങളുടെ സമരം. അങ്ങനെ വലിയൊരു സമരം നടക്കുകയാണ്. ആരോഗ്യമന്ത്രി ഒരു സ്ത്രീയാണ്. എന്നിട്ട് പോലും നിങ്ങളോടുള്ള സമീപനമൊക്കെ കേരളം കണ്ടതാണ്. ഇപ്പോഴിതാ ഏറ്റവും ലജ്ജാകരമായ ഒരു സംഭവമാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു അപകടം. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു അപകടം. അവിടെയും ആരോഗ്യമന്ത്രി പ്രതിക്കൂട്ടിലാണ്. എങ്ങനെയാണ് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അടുത്ത ഒരു നീക്കം എങ്ങനെയാണ് KHWയുടെ? ഹലോ, മിനി കേൾക്കാമോ? ഹലോ മിനി കേൾക്കാമോ? ഞങ്ങൾ ആശാവർക്കർമാരുടെ സമരം ആരംഭിച്ചിട്ട് 146 ദിവസം പിന്നിടുകയാണ്. ഇതുവരെയും ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന വളരെ തികച്ചും ന്യായമായ ഡിമാൻഡുകൾക്ക് യാതൊരു പരിഹാരം ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ സമരം തുടങ്ങിയ ദിവസം മുതൽ ആരോഗ്യമന്ത്രി ഞങ്ങളോട് പറയുന്നത് വളരെ അനാവശ്യമായ സമരമാണ് നടത്തുന്നത്, നിങ്ങൾക്ക് വലിയ തുകകൾ ഞങ്ങൾ തരുന്നുണ്ട്, അതുകൊണ്ട് ഈ സമരം അവസാനിപ്പിച്ച് പോകണം എന്നാണ് അന്ന് മുതൽ ആവശ്യപ്പെടുന്നത്. എന്ന് മാത്രമല്ല, സമരം ചെയ്യുന്ന ആശമാരെ അവഹേളിക്കുകയും അശ്ലീലം പറയുകയും അപഹസിക്കുകയും ചെയ്യുമ്പോഴും ആരോഗ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ യാതൊരു മറുപടി അതിനുണ്ടാവില്ല. എന്ന് മാത്രമല്ല, ഒരു വിലക്കുകളും അത്തരക്കാർക്കെതിരെ ഏർപ്പെടുത്താതിരിക്കുകയും ഈ നിമിഷം വരെയും അത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ അടക്കം തുടരുകയാണ്. അപ്പോഴാണ് ഡോക്ടർ ഹാരിസ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആശുപത്രിയിലെ സംവിധാനങ്ങളുടെ അപര്യാപ്തതയെക്കുറിച്ച് തുറന്നു പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട ആളുകൾ ഈ സർക്കാർ ആശുപത്രികളിലേക്ക് വന്നാൽ അവർക്ക് കൊടുക്കാനുള്ള മിനിമം ചികിത്സയ്ക്കുള്ള ഉപകരണങ്ങൾ പോലും ഇല്ലാത്തത് കൊണ്ട് വളരെ സാങ്കേതികമായി ചെയ്യേണ്ടുന്ന സർജറി പോലും മാറ്റിവെക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് തുറന്നു പറഞ്ഞത്. ഇത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഈ സർക്കാർ ആശുപത്രികളെ സമീപിക്കുന്ന മുഴുവൻ ആളുകളും കഴിഞ്ഞ 1-2 പതിറ്റാണ്ടുകളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഇതൊന്നും പരിഹരിക്കാൻ ഒരു നടപടിയും എടുക്കുന്നില്ല എന്ന് മാത്രമല്ല, അത്തരത്തിൽ തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസിനെ അടക്കമുള്ള ആളുകളെ ആക്ഷേപിക്കാനും അവർ തെറ്റായി ഈ സംവിധാനത്തെ തെറ്റായി ചിത്രീകരിക്കാനും ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ പറഞ്ഞ കാര്യങ്ങളെ, ആ വസ്തുതകളെ പരിഗണിക്കാതെ അദ്ദേഹത്തെ കടന്നാക്രമിക്കാനാണ് ശ്രമിച്ചത്. രണ്ടും ഒരുപോലെ തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ആശാവർക്കർമാരോട് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഡിമാൻഡുകൾ ഉന്നയിക്കുമ്പോൾ ഞങ്ങളുടെ സമരം അനാവശ്യമാണെന്ന് പറയുന്ന പോലെ തന്നെ ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച പൊതുജനങ്ങൾക്ക് കിട്ടേണ്ടുന്ന അടിയന്തര ചികിത്സയ്ക്ക് സംവിധാനങ്ങളുടെ അപര്യാപ്തതയെക്കുറിച്ച് പറയുമ്പോൾ അതിനെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഏറ്റവും ഒടുവിലാണ് ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ഏതൊരു വ്യക്തിയും ഒരു ദുരന്ത സ്ഥലത്ത് ഉടനടി ഒരു സഹായം എത്തിക്കുകയും അത്തരത്തിലൊരു കെട്ടിടം ഇടിഞ്ഞു വീണ് കഴിഞ്ഞാൽ ആരെങ്കിലും ഉണ്ടോ, ഒരു വഴിപോക്കരെങ്കിലും ഉണ്ടാകുമോ എന്നൊരു സന്ദേഹത്തിൽ ഉടനടി അത്തരം സാധനങ്ങൾ മാറ്റിക്കൊണ്ട് രക്ഷാപ്രവർത്തനത്തിനാണ് തയ്യാറാവുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ ആളുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും മന്ത്രിയുടെ വാക്ക് വിശ്വസിച്ചാണ് അവിടെ തടിച്ചുകൂടിയ നാട്ടുകാർ പോലും, ആശുപത്രിയിൽ വന്ന കൂട്ടിരിപ്പുകാർ പോലും ആ രക്ഷാപ്രവർത്തനത്തിന് അവർക്ക് നടത്താൻ പറ്റാതെ പോയത്. ഒരു 2.25 മണിക്കൂർ കഴിഞ്ഞ് ഒരു സ്ത്രീയുടെ ശവശരീരം പുറത്തേക്കെടുക്കുമ്പോൾ മന്ത്രിക്ക് മറുപടിയില്ല. അതുകൊണ്ട് ഇത് കാണിക്കുന്നത് ആരോഗ്യമന്ത്രി ഏത് വിഷയത്തിലും എടുത്തുചാടി ഇതുപോലുള്ള ഒരു പരിഹാസ്യ പാത്രമായി കൊണ്ടിരിക്കുകയാണ്. അവർ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും അവർക്ക് അറിയില്ല എന്ന് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സംവിധാനത്തിന് ഒരു പിഴവുണ്ടായാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ, അപര്യാപ്തത ഉണ്ടായാൽ അതെങ്ങനെ പരിഹരിക്കണമെന്നതിനെ സംബന്ധിച്ച് അവർക്ക് യാതൊരു വ്യക്തതയുമില്ല. അപ്പൊ ഇത്തരത്തിൽ ഒരു തരത്തിലും ഒരു ആരോഗ്യം പോലുള്ളൊരു വകുപ്പ് കൈകാര്യം ചെയ്യാൻ യാതൊരു യോഗ്യതയും ഇല്ലാത്ത ആളാണ് ആരോഗ്യമന്ത്രിയെന്ന് നിരന്തരം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ രാജിവെക്കുക എന്ന് പറയുന്നത് വളരെ അനിവാര്യമാണ്. ഞങ്ങൾ ഇത്രയും കാലം പലവിധ സമരങ്ങൾ നടത്തുമ്പോഴും 146 ദിവസം പിന്നിടുമ്പോഴും ഞങ്ങൾ ഒരിക്കൽ പോലും ആരോഗ്യമന്ത്രി രാജിവെക്കണം എന്നൊരു അഭിപ്രായം ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്നലത്തെ സംഭവത്തോടു കൂടി ഇത് ഇവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. ഇവർക്ക് ഈ സംവിധാനത്തെ മെച്ചപ്പെടുത്താൻ കഴിയില്ലെങ്കിൽ അവർ മാറി നിൽക്കണം. അതിന് കഴിയുന്ന ആളുകൾ ചെയ്യട്ടെ. ഇത് ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് പടുത്തുയർത്തിയ പൊതുജനാരോഗ്യ സംവിധാനമാണ്. അവിടെ പൊതുജനങ്ങൾക്ക് ഏത് സമയത്തും കയറി ചെല്ലാനും അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള അവകാശമുണ്ട്. അതിനെയാണ് ഗവൺമെന്റ് ഇല്ലാതാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ചുവപ്പ് നാടയിൽ കുടുക്കിയിട്ട് ഇങ്ങനെ ആളുകൾക്ക് അവരുടെ അവകാശങ്ങൾ കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആരോഗ്യമന്ത്രി രാജിവെച്ചുകൊണ്ട് ഇത് യഥാർത്ഥത്തിൽ ഒരു കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. ഒരു മനുഷ്യജീവൻ അടിയിൽ കിടന്ന് പിടയുമ്പോൾ ഇത്രയും വേഗം രക്ഷാപ്രവർത്തനത്തെ നടത്തി ചെയ്യുന്നതിന് പകരം അത് തടയുകയാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ മനഃപൂർവ്വമുള്ളൊരു കൊലപാതകമാണ് അവിടെ സത്യത്തിൽ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ തന്നെ അതിനെ ചാർജ് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. പിന്നെ ഇപ്പോൾ സർക്കാർ അടക്കം പറയുന്നൊരു കാര്യമാണ് ആരോഗ്യമന്ത്രി രാജിവെക്കേണ്ട ആവശ്യമില്ല എന്ന്. ഇത്രയും ദിവസമായി നിങ്ങൾ അവിടെ സമരം ചെയ്യുകയാണ്, അതുപോലെ തന്നെ എത്രയോ പ്രശ്നമാണ് ആരോഗ്യ മേഖല നേരിടുന്നത്. ഇതിനൊക്കെ തന്നെ മൗനിയായിട്ടാണ് ആരോഗ്യമന്ത്രി ഇരിക്കുന്നത്. അതിന് ഒത്താശ ചെയ്യുന്ന ഒരു പ്രവർത്തനം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ അടക്കം ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇപ്പോഴും പറയുന്നത് ആരോഗ്യമന്ത്രി രാജിവെക്കേണ്ട എന്നാണ്. ഇനി എപ്പോഴാണ് ഇവർ രാജിവെക്കേണ്ടത്? ഇവർക്ക് എന്ത് അവകാശമാണ്? ഇവർക്ക് ഒരു നിമിഷം ആ
വകുപ്പിലിരിക്കാനുള്ള യാതൊരു അർഹതയും ഇല്ല എന്നുള്ളത് എത്ര തവണ തെളിയിച്ചു കഴിഞ്ഞു. എത്ര സംഭവങ്ങളിൽ ഈ സർക്കാർ ആശുപത്രികളുടെ ചുവരുകൾ അടർന്നു വീടും ഫാൻ അടർന്നു വീടും ഒക്കെ കൂട്ടിരിപ്പുകാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും ഡോക്ടർമാർ അടക്കം പരിക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും അവർ കണ്ടില്ല എന്നടിക്കുകയാണ്. എപ്പോഴും ഉള്ളതാണ് ഒരു മിന്നൽ. എന്താണ് സംഭവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ചില സന്ദർഭങ്ങളിൽ പെട്ടെന്ന് ഒരു ആശുപത്രിയിലേക്ക് പോയി മിന്നൽ പരിശോധന എന്ന വ്യാജേന പോയിട്ട് ഉടനടി അവിടുത്തെ ഉദ്യോഗസ്ഥരെയും ഡോക്ടർമാരെയും സസ്പെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. അല്ലാതെ എന്താണ് അവിടെ സംഭവിച്ചത് ഒരിക്കൽ പോലും അവർ അന്വേഷിക്കാറില്ല. ആരെങ്കിലും ഒരു പരാതി പറഞ്ഞാൽ പരാതിയുടെ വസ്തുത എന്തെന്ന് അന്വേഷിക്കുന്നതിന് പകരം ഉടനടി ചെന്ന് ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകളെ രാജിവെക്ക് അവരുടെ സസ്പെൻഡ് ചെയ്യാനാണ് പരിശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ ഇതുകൊണ്ട് തീർച്ചയായിട്ടും ഇവർ ഇതിന് അർഹയാണ്. ഇപ്പോൾ അവർ അതിന് ഒരു കാരണവശാലും അങ്ങനെ ആ സ്ഥിതിയിൽ തുടരാനുള്ള യാതൊരു അവകാശവുമില്ല. ശരി, വ്യക്തമാണ്. വളരെ നന്ദിയുണ്ട് മിനി ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്.